കാർണവർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകി ഗവർണറുടെ ഉത്തരവ്. ഷെറിൻ ഉൾപ്പെടെ ജീവപര്യന്തം തടവ് ശിക്ഷ പൂർത്തിയാക്കിയ 11 പേരെ വിട്ടയക്കാനുള്ള സർക്കാർ ശുപാർശ ഗവർണർ അംഗീകരിച്ചിരിക്കുന്നു. മാനുഷിക പരിഗണന, കുടുംബിനി എന്ന പരിഗണന തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് ഷെറിനെ മോചിപ്പിക്കാൻ അനുമതി നൽകിയതെന്ന് രാജ്ഭവൻ വ്യക്തമാക്കി. വി അരുൺ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആദ്യം ചേരുകയാണ്. അരുൺ, നേരത്തെയും കാർണവർ വധക്കേസ് പ്രതി ഷെറിനുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഈ ശിക്ഷാ ഇളവിനുൾപ്പെടെയുള്ള നീക്കങ്ങൾ പല തവണയും വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നവയാണ്. ഏറ്റവും ഒടുവിൽ അത് സാധ്യമായിരിക്കുന്നു. ശിക്ഷാ ഇളവ് നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഗവർണർ അതിൽ ഒപ്പിടുക കൂടി ചെയ്തിരിക്കുന്നു. ഈ പരിഗണന മറ്റു പ്രതികൾക്ക് ലഭിക്കുന്നതാണോ? എന്താണ് കാർണവർ വധക്കേസിൽ സംഭവിക്കുന്നത്? 11 പേർക്കാണ് ശിക്ഷ അനുഭവിക്കുന്ന 11 പേർക്കാണ് ഇളവ് നൽകാൻ സർക്കാർ തീരുമാനമെടുത്തത്. ഇതിൽ ഷെറിൻ കാർണവർക്ക് ശിക്ഷാ ഇളവ് തന്നെയാണ് ഏറ്റവും വിവാദമായതിന് കാരണം. സാധാരണഗതിയിൽ ശിക്ഷാ ഇളവ് നൽകുന്നത് നല്ല നടപ്പ്, അതായത് ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന കാലയളവിൽ നല്ല നടപ്പ് ഉള്ളവർക്കാണ്, അല്ലെങ്കിൽ മറ്റു കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുകയോ അല്ലെങ്കിൽ വിവാദങ്ങളിലൊന്നും ഇടപെടാത്ത ആളുകൾക്കാണ് സാധാരണഗതിയിൽ ശിക്ഷാ ഇളവ് ലഭിക്കേണ്ടത്. ഷെറിൻ കാർണവർ 14 വർഷത്തിന് ശിക്ഷ അനുഭവിച്ചു എന്നത് വസ്തുതയാണ്. പക്ഷേ അവർക്കെതിരെ നിരവധി പരാതികളും കേസുകളും ഈ ശിക്ഷ അനുഭവിക്കുന്ന കാലയളവിൽ ഉണ്ടായിരുന്നു. അവരുടെ ജീവിത രീതി തന്നെ അവിടെ പലപ്പോഴും വിവാദമായിരുന്നു. അവർ സ്വയം ബ്യൂട്ടി പാർലർ തരത്തിലുള്ള സംവിധാനങ്ങൾ അവർക്ക് അവിടെ ജയിലിൽ ഒരുക്കി നൽകി എന്ന വിവാദങ്ങളുണ്ടായിരുന്നു. പലതവണ ജയിൽ ഉദ്യോഗസ്ഥരെ, താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി, അതും മുകൾത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയ പരാതി ഉണ്ടായിരുന്നു. സഹതടവുകാരെ മർദ്ദിച്ച് അവർക്കെതിരെ കേസുണ്ടായിരുന്നു. ആദ്യം പൂജപ്പുര സെൻട്രൽ ജയിലിൽ, പിന്നീട് വനിതാ ജയിലിലും, അങ്ങനെ അതിനുശേഷം യൂർ സെൻട്രൽ ജയിലിലുമൊക്കെ പലതവണ അവരെ ജയിൽ മാറ്റേണ്ട സാഹചര്യമുണ്ടായി. ഒടുവിൽ ഇപ്പോൾ അവർ കണ്ണൂർ വനിതാ ജയിലിലാണ് ഉള്ളത്. അവിടെയും അവർക്കെതിരെ പരാതികളും കേസുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു പ്രതി എങ്ങനെ ഈ പട്ടികയിൽ ഇടം പിടിച്ചു എന്നാണ് ഏറ്റവും അധികം ചോദ്യമുണ്ടായ ഒരു കാര്യം. ഏതായാലും അവർക്ക് ഉന്നതങ്ങളിൽ ഒരു മന്ത്രിയുടെ ശുപാർശ അവർക്കുണ്ടായെന്ന വിമർശനം ഉയർന്നു വന്നു. അത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ആരോപണം മാത്രമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചില ഉദ്യോഗസ്ഥർ, ജയിൽ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അവരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അത് ഒരു തടവുകാരിയും ഒരു ഉദ്യോഗസ്ഥ എന്നതിനപ്പുറത്തേക്കുള്ള ബന്ധം പുലർത്തിയിരുന്ന റിപ്പോർട്ടുകൾ ജയിൽ വകുപ്പിൽ തന്നെ ലഭിച്ചിരുന്നു. അവർക്ക് പരോളുകൾ ലഭിച്ചത് ഏതാണ്ട് 450 ദിവസത്തോളം അവർ പല കാലയളവിലായി പല പരോളുകളുടെ പേരിൽ ജയിലിന് പുറത്തായിരുന്നു. ജയിലിൽ പുറത്തെത്തുമ്പോൾ അവരുടെ ആഡംബര ജീവിതം പലപ്പോഴും പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ പലതരത്തിലുള്ള പരാതികൾ അവർക്കെതിരെ ഉണ്ടായിരുന്നു. അത്തരം ഒരാൾക്ക് ഈ ജയിലിൽ നിന്ന് വിട്ടയക്കാനുള്ള ഒരു ശുപാർശ പട്ടിക അവർ ഉൾപ്പെട്ടതാണ് വലിയ വിവാദമായി മാറിയത്. ഏതായാലും കഴിഞ്ഞ ജനുവരി 28-ാം തീയതിയാണ് സംസ്ഥാന മന്ത്രിസഭായോഗം ഇവർ ഉൾപ്പെട്ട പട്ടിക അംഗീകരിച്ചത്. മന്ത്രിസഭായോഗം അംഗീകരിച്ചത്. പിന്നീട് ഈ വിവാദമായതുകൊണ്ട് സർക്കാർ പട്ടിക ഗവർണർക്ക് അയക്കാൻ ആദ്യമൊക്കെ മടിച്ചു. പിന്നീട് 2 മാസങ്ങൾക്ക് ശേഷമാണ് പട്ടിക ഗവർണർക്ക് മുന്നിലെത്തുന്നത്. ഗവർണർക്ക് മുന്നിലെത്തുമ്പോൾ ഗവർണർ സാധാരണഗതിയിൽ ഇത്തരം ശുപാർശകൾ അംഗീകരിക്കുകയാണ്. പക്ഷേ ഇവിടെ അത് ഗവർണർ വന്ന് ഫയൽ പിടിച്ചു വെച്ചു. എന്തുകൊണ്ട് ഇവർക്ക് പരോൾ അനുമതി അല്ലെങ്കിൽ ശിക്ഷ ഇളവ് നൽകുന്നു? ഈ പട്ടികയിൽപ്പെട്ടവരുടെ വിശദ വിവരങ്ങൾ, അതായത് എത്ര കാലം ഇവർ ജയിലിൽ കഴിഞ്ഞു, ഏത് കുറ്റത്തിനാണ് അവർ ശിക്ഷിക്കപ്പെട്ടത്, എത്ര ദിവസം പരോൾ ലഭിച്ചിട്ടുണ്ട്, ഏതെല്ലാം ശുപാർശകളിലൂടെ പരോൾ ലഭിച്ചു തുടങ്ങിയ വിവിധമായ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഗവർണർ രാജ്ഭവൻ നൽകി. അത് സർക്കാർ പൂരിപ്പിച്ച് വീണ്ടും നൽകുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട് ഇവർ ശിക്ഷാ ഇളവിന് അർഹരാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷെറിൻ കാർണവർക്ക് ശിക്ഷാ ഇളവിന്, ഉൾപ്പെട്ട പട്ടികയ്ക്ക് ശിക്ഷാ ഇളവിന് രാജ്ഭവൻ അംഗീകാരം നൽകിയത്. ഗവർണർ ഒപ്പിട്ടു. ഇനി ഇത് സർക്കാർ ഉത്തരവായി പുറത്തിറങ്ങുകയും ജയിലിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനാകും. സ്ത്രീ എന്ന പരിഗണന, അതിനപ്പുറത്തേക്ക് മാനുഷിക പരിഗണന, കുടുംബിനി എന്ന പരിഗണന, ഇത്രയും കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇവർക്ക് ശിക്ഷാ ഇളവിന് അനുകൂല തീരുമാനം നൽകിയതെന്നാണ് രാജ്ഭവൻ വ്യക്തമാക്കുന്നത്. ഏതായാലും ഷെറിൻ കാർണവർ ഉൾപ്പെട്ട കൊലക്കേസ് വലിയ ശ്രദ്ധ തേടിയ ഒരു സംഭവമായിരുന്നു. ചെങ്ങന്നൂർ കാർണവേഴ്സ് വില്ലയിലെ ഭാസ്കര കാർണവർ എന്ന വൃദ്ധനെയാണ് കൊലപ്പെടുത്തിയത്. ആദ്യം അത് പുറത്തുള്ള ആരെങ്കിലും നടത്തിയ കൊലപാതകമായാണ് പോലീസ് ആദ്യം കരുതിയത്. കാരണം തെളിവുകൾ ആ രീതിയിലായിരുന്നു. പക്ഷേ ഈ അന്വേഷണം മുന്നോട്ടാകുമ്പോൾ ഈ ഷെറിൻ കാർണവരുടെ ഭർത്താവിൻ്റെ പിതാവാണ്, അച്ഛനാണ് ഈ ഭാസ്കര കാർണവർ. അദ്ദേഹം വർഷങ്ങളോളം വിദേശത്ത് അമേരിക്കയിലായിരുന്നു. അവിടെ നിന്ന് വന്ന കുടുംബമാണ്. ഇദ്ദേഹത്തിൻ്റെ മകന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഈ തീർത്തും സാധാരണ നിലയിലുള്ള ഒരു പെൺകുട്ടിയെ കണ്ടുവരുത്തി കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്, അതാണ് ഷെറിൻ കാർണവർ. പക്ഷേ അവർക്ക് പിന്നീട് മറ്റു ചില ബന്ധങ്ങൾ ഉണ്ടാവുകയും
ഈ പണം അത് ഈ കുടുംബം അറിയുകയും ഈ ഭാസ്കര കാരണവർ അറിയുകയും അതിനുശേഷം ഈ സ്വത്ത് വീതം വയ്ക്കുമ്പോൾ ഇവർക്കൊന്നും നൽകേണ്ട തീരുമാനത്തിലേക്ക് അദ്ദേഹം മാറുകയും ചെയ്തു. അതിൻ്റെ ഒരു പക പോക്കാനാണ് തൻ്റെ പുരുഷ സുഹൃത്ത് ബാസിദ് അലിയുടെ സഹായത്തോടു കൂടി ഷെറിൻ കാരണവർ ഭാസ്കര കാരണവരെ കൊലപ്പെടുത്തിയത്. ബാസിദ് അലിയും അയാൾക്കൊപ്പം മറ്റു രണ്ട് പ്രതികൾ കൂടി ഈ കേസിൽ ഉണ്ടായിരുന്നു. അവർക്കും ഈ 4 പേർക്കും ചെങ്ങന്നൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജീവപര്യന്തം തടവിന് 4 പേരെയും ശിക്ഷിക്കുകയായിരുന്നു. ബാസിദ് അലി, ബിനാനിപുരം സ്വദേശി നിതിൻ, ഷാനൂർ റഷീദ് എന്നിവരാണ് മറ്റു പ്രതികൾ. 1-ാം പ്രതി ഷെറിൻ കാരണവർ തന്നെയായിരുന്നു. കാരണം ഇവർ വീടിൻ്റെ മുകൾ നിലയിൽ പ്രതികൾക്ക് കടന്നു വരാൻ സൗകര്യമൊരുക്കി കൊടുത്തു. അവർ തന്നെയാണ് ഗൂഢാലോചനയിൽ പ്രധാന പങ്ക് വഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവരെ 1-ാം പ്രതിയാക്കി പോലീസ് ചാർജ് ഷീറ്റ് നൽകിയത്. ഏതായാലും ജീവപര്യന്തം തടവിന് ഇവരെ ശിക്ഷിച്ചു. അത് അവർ പൂർണ്ണമായും ശിക്ഷ അനുഭവിച്ചു എന്ന കാര്യത്തിൽ തീർച്ചയായും ആ രീതിയിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു കേസിലെ പ്രതിയാണ് ഇങ്ങനെ ശിക്ഷാ കാലയളവിൽ പരോൾ ഏറ്റവും അധികം നേടിയ ഒരു വ്യക്തിയായി മാറി. അവിടെ VVIP പരിഗണന ലഭിച്ചു. സഹതടവുകാരി പോലും പരാതിയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തൊക്കെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ പരിഗണനകൾ അവിടെ ഷെറിന് ലഭിക്കുന്നു എന്നതൊക്കെ അതിലൂടെ വലിയ ചർച്ചയായതാണ്. ഏറ്റവും ഒടുവിൽ ഈ ശിക്ഷാ ഇളവിനുള്ള നീക്കം നടക്കുമ്പോൾ പോലും അവിടെ പരാതി ഉയരുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ജയിലിനുള്ളിൽ അത് വലിയ പ്രശ്നങ്ങൾ ഇടയാക്കുകയും അവരുടെ സ്വഭാവ ദൂഷ്യം പെരുമാറ്റമൊക്കെ ചർച്ചയാവുകയും ചെയ്തു. അതിനുശേഷവും ഇപ്പോൾ ഗവർണർ ഒരു ഉടക്കിടുന്നു ഇതിന്. അതിനുള്ള നടപടിക്രമങ്ങൾ ബാക്കി പൂർത്തിയാക്കി ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഈ വലിയ രീതിയിലൊക്കെ ചർച്ചയാവുന്ന കേസിൽ പോലും പ്രതികൾക്കുള്ള ബന്ധങ്ങൾ എങ്ങനെയൊക്കെ അവർക്ക് ശിക്ഷാ ഇളവ് ലഭിക്കുന്നതിലേക്കും ഒപ്പം ജയിലിൽ മുന്തിയ പരിഗണന ലഭിക്കുന്നതിനുമൊക്കെ ഇടയാക്കുന്നു എന്നതിൻ്റെ ഒരു മാസ്റ്റർ ഉദാഹരണമായി ഷെറിൻ മാറുകയാണോ അരുൺ? തീർച്ചയായിട്ടും 2012 മുതൽ 2018 വരെ 6 കൊല്ലത്തിനിടയിൽ 345 ദിവസത്തെ സാധാരണ പരോളാണ് അവർക്ക് ലഭിച്ചത്. അതായത് സാധാരണ പരോൾ തന്നെ ഏതാണ്ട് 1 വർഷത്തിനടുത്ത് അവർ പുറത്തു നിന്നു. ഈ ശിക്ഷാക്കാലം 1 വർഷത്തിനടുത്ത് സാധാരണ പരോളിൽ തന്നെ അവർ പുറത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞു. അസാധാരണ പരോൾ 2017 കണക്കിൽ അസാധാരണ പരോൾ 92 ദിവസം, 3 മാസത്തിലേറെ അസാധാരണ പരോൾ മറ്റ് പല കാരണങ്ങളാൽ അവർക്ക് പുറത്തു നിൽക്കാൻ കഴിഞ്ഞു. അങ്ങനെ 1 വർഷത്തിലേറെ 345 പിന്നീട് 92 ദിവസവും അങ്ങനെ ഏതാണ്ട് 1 വർഷത്തിലേറെ അവർ പല കാലയളവായിട്ട് ജയിലിന് പുറത്താണ് കഴിഞ്ഞത്. അവർ പുറത്തിറങ്ങുമ്പോഴും മറ്റും അവർക്ക് ലഭിക്കുന്ന ഒരു സ്വീകരണവും അവർ യാത്ര ചെയ്യുന്ന വാഹനങ്ങളുടെ പകിട്ടുമൊക്കെ പലപ്പോഴും ചർച്ചയായതാണ്. അങ്ങനെ വലിയ പരിഗണന അവർക്ക് ജയിലിനകത്തും പുറത്തും ലഭിച്ചത്. പലപ്പോഴും ജയിൽ ക്വാർട്ടേഴ്സിൽ അവർക്ക് പോകാനുള്ള, ഉദ്യോഗസ്ഥരെ ക്വാർട്ടേഴ്സിൽ പോകാനുള്ള അവസരം അവർക്കുണ്ടായിരുന്നു എന്ന പരാതിയൊക്കെ നേരത്തെ ഉയർന്നു വന്നതാണ്. അങ്ങനെ അല്ലാത്ത പരിഗണന, സാധാരണ ഒരു തടവുള്ളിക്ക് ലഭിക്കാത്തൊരു പരിഗണന ഷെറിൻ കാരണവർക്ക് ലഭിച്ചിരുന്നു. ഉദ്യോഗസ്ഥ ബന്ധവും രാഷ്ട്രീയ ബന്ധവും ഒക്കെ അതിന് കാരണമായെന്ന് പറയപ്പെടുന്നുണ്ട്. പലതും പോലീസിൻ്റെ റെക്കോർഡുകളും അന്വേഷണ റിപ്പോർട്ടുകളിലുമൊക്കെ അത് ഉള്ളതുമാണ്. ഏതായാലും അവർക്ക് ശിക്ഷാ ഇളവ് എല്ലാ പരിഗണനയും ഒരു തടവുകാരിക്ക് ലഭിച്ച എല്ലാ പരിഗണനയും അതിനപ്പുറത്തേക്ക് ലഭിച്ച ഒരു തടവ് പുള്ളിയാണ്. പക്ഷേ സാധാരണ 14 വർഷത്തിലേറെ തടവ് ശിക്ഷ അനുഭവിച്ചാൽ ഇങ്ങനെ ഈ ഇളവിന് പരിഗണിക്കപ്പെടാം. അതുകൊണ്ടാണ് ഈ ഇളവിനെ അവർ പരിഗണിച്ചതെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. മറ്റൊരു ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായില്ല സർക്കാർ വിശദീകരിക്കുന്നു. അതുപോലെ രാജ്ഭവനും പറയുന്നത് സ്വാഭാവികമായി സർക്കാർ ഇത്തരം ശുപാർശ നൽകുമ്പോൾ അതിൽ ഒരു ചോദ്യങ്ങൾ ഉന്നയിക്കാൻ, അപ്പുറത്തേക്ക് തടഞ്ഞു വയ്ക്കാൻ തക്ക കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ ഗൗരവമോ ഇവരുടെ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് രാജ്ഭവനും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഷെറിൻ കാരണവർക്ക് ഈ രീതിയിലുള്ളൊരു ശിക്ഷാ ഇളവ് ലഭിച്ചതെന്ന് വേണം കരുതാൻ. ഏതായാലും ഇവർ ജയിലിൽ നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന ഒരു തടവ് പുള്ളിയായിരുന്നു. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നു, സഹതടവുകാരെ കയ്യേറ്റം ചെയ്യുന്നു, വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു, മേക്കപ്പ് സാധനങ്ങൾ അവർക്ക് ഒരു സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോൾ ഉള്ളതുപോലെയുള്ള മേക്കപ്പ് വസ്തുക്കൾ അവർക്ക് ലഭിച്ചതായ പരാതികളുണ്ട്. ഫോൺ ഉപയോഗം അവരെ സംബന്ധിച്ച് വലിയ പരാതിയായി പലപ്പോഴും ഉയർന്നു വന്നു. ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും അധികം തലവേദന ഉണ്ടാക്കിയ വനിതാ തടവുകാരിൽ ഒരാളായി ഇവരെ ഒരുപക്ഷെ ജയിൽ രേഖകൾ തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും. അങ്ങനെ അവരെ പല ജയിലുകൾ മാറ്റാൻ സെൻട്രൽ ജയിൽ, അവിടെ നിന്ന് തലസ്ഥാനത്തെ വനിതാ ജയിൽ, പിന്നീട് വിയ്യൂർ ജയിൽ, അവിടെ നിന്ന് ഒരു കണ്ണൂരിലേക്ക് മാറ്റുന്ന തരത്തിലേക്കുള്ള നിരന്തരം ജയിൽ ഉദ്യോഗസ്ഥർക്ക് തലവേദന സൃഷ്ടിക്കുന്ന ഒരു തടവ് പുള്ളിയാണ്. നേരത്തെ ഈ ജനുവരിയിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് തലവേദന സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ജയിൽ ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെ VVIP പരിഗണന നൽകി അല്ലെങ്കിൽ രാജപദവി നൽകി അവരെ നോക്കിക്കൊണ്ടിരുന്നത് എന്നുകൂടി പറയണം. അതിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ട് എന്ന കാര്യം കൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. 3 നേരവും പുറത്തുനിന്ന് ഭക്ഷണം ഇഷ്ടാനുസരണം, മസാല ദോശയാണ് വേണ്ടതെങ്കിൽ അത്, ബിരിയാണിയാണ് വേണ്ടതെങ്കിൽ അത്, ഫ്രൈഡ് റൈസ് ആണ് വേണ്ടതെങ്കിൽ
എങ്കിൽ അത് അങ്ങനെ ജയിലിൽ എത്തിച്ചു കൊടുത്തത് പോലും ഉദ്യോഗസ്ഥരാണ് എന്ന ആരോപണം ഈ ഷെറിനുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നതാണ്. അരുൺ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രിയുടെ പേര് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞിരുന്നു. അത് വലിയ വിവാദമായതാണ്. പ്രതിപക്ഷം ഇതിനെതിരെ രംഗത്ത് വന്നതുമൊക്കെയാണ്. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. ഒരു പ്രതിയെ പുറത്തിറക്കാൻ ഉള്ള എല്ലാ വിധത്തിലുമുള്ള ശ്രമം ഇവരെ പുറത്തിറക്കുന്നതിന് പലപ്പോഴായി ഉണ്ടായി. അതിപ്പോൾ യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയുമാണ്. എപ്പോൾ ഷെറിൻ പുറത്തിറങ്ങും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളോ പ്രതിഷേധങ്ങളോ ഒക്കെ ഇതിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഒന്നുമില്ലല്ലോ അല്ലേ? സാധ്യത വിരളമാണ്. കാരണം പല ആരോപണങ്ങൾ വന്നു. ഒരു മന്ത്രിയുടെ പേര് തന്നെ ഉയർന്നു വന്നു. മറ്റു ചില പേരുകൾ ഉയർന്നു വന്നു. ജയിൽ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരുമായി ബന്ധപ്പെട്ട വിമർശനമുണ്ട്. പക്ഷേ അതൊക്കെ ഒരു പുകമറയ്ക്കപ്പുറത്തേക്ക് ആരും അത്തരം ആരോപണങ്ങൾ ശക്തമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം പോലും തയ്യാറായിരുന്നില്ല. പ്രതിപക്ഷത്തും പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവർക്ക് പിന്തുണ അവർക്ക് ലഭിച്ചു എന്ന വിമർശനങ്ങൾ ഒരു പക്ഷത്ത് ഉയർന്നു വന്നതുമാണ്. ഏതായാലും ഇനി അത്തരം ഒരു നിയമ നടപടികൾക്ക് അവരുടെ പേരിൽ ഈ കണ്ണൂരിൽ ഏറ്റവും അവസാനം ഈ സർക്കാർ വിട്ടയക്കാൻ തീരുമാനിച്ച പട്ടിക പുറത്തു വന്ന ശേഷം പോലും അവർക്കെതിരെ ഒരു പരാതി ഉയർന്നു വന്നിരുന്നു. അതേ നിയമ നടപടി ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതത്വം ഉണ്ടാകും. അല്ലെങ്കിൽ വളരെ വേഗം ഷെറിൻ കാർണവർ ജയിൽ മോചിതയാകാൻ തന്നെയാണ് സാധ്യത. ജയിൽ ഉദ്യോഗസ്ഥരും ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും പുറത്തു പോയാൽ മതി എന്ന് ജയിൽ ഉദ്യോഗസ്ഥർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു തടവുകാരി കൂടിയായിരുന്നു ഷെറിൻ കാർണവർ. പല ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഏതായാലും അധികം വൈകാതെ ഷെറിൻ കാർണവർ ജയിൽ മോചിതയാകും എന്ന് തന്നെയാണ്. മറ്റു നിയമ തടസ്സങ്ങളൊന്നും കാര്യമായി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി, PV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും VVIP പരിഗണനയിൽ ജയിലിൽ കടന്ന ശിക്ഷാ കാലയളവിൽ ഏറ്റവും കൂടുതൽ പരോൾ നേടിയ ഷെറിൻ കാർണവർ ഇപ്പോൾ പുറത്തിറങ്ങുകയാണ്. ശിക്ഷാ ഇളവ് ഗവർണർ അതിൻ്റെ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു. ശിക്ഷാ ഇളവിന് അംഗീകാരമായിരിക്കുന്നു. ഒരു തവണ ഗവർണർ ഉടക്കിട്ടെങ്കിലും ഇപ്പോൾ അതിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നു. അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്.